മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഹൈദരാബാദ് ലൊക്കേഷനിൽ ഇന്നലെ ഒരു ആഘോഷങ്ങളുടെ ദിവസമായിരുന്നു. ഒരു കാര്യമല്ല, 3 വലിയ സന്തോഷങ്ങളാണ് മരക്കാർ ടീമിന് ആഘോഷിക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. നായകൻ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചതിന്റെ അറിയിപ്പ് വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാന ആഘോഷം. കൂടാതെ നടൻ പ്രഭുവിന്റെ വിവാഹ വാർഷികവും ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ കൂട്ടുകെട്ടായ ആശീർവാദ് സിനിമാസിന്റെ വാർഷികവുമായിരുന്നു ഒരുമിച്ച് വന്നത്. മരക്കാർ ചിത്രീകരണത്തിനിടെ നടന്ന ആഘോഷത്തിന്റെ ചിത്രങ്ങൾ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ചരിത്രവും ഭാവനയും കൂടിക്കലർന്ന ചിത്രമായിരിക്കും മരക്കാർ എന്ന് മുൻപ് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു. സാമൂതിരി രാജവംശത്തിന്റെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥ പറയുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഡിസംബർ 1-നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ ആരംഭിച്ചത്. മോഹൻലാൽ ടൈറ്റിൽ റോളിലെത്തുന്ന ചിത്രത്തിൽ അർജുൻ സർജ, സുനിൽ ഷെട്ടി, മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, മധു എന്നിവരും അഭിനയിക്കുന്നുണ്ട്. പ്രണവ് മോഹൻലാലും ഒരു ക്യാമിയോ റോളിലെത്തുന്നുണ്ട്. കൂടാതെ സൗത്ത് ഇന്ത്യയിലെയും ബോളിവുഡിലെയും താരങ്ങളും ബ്രിട്ടീഷ് ചൈനീസ് നടന്മാരും അണിനിരക്കും. ചിത്രത്തിന്റെ ഛായാഗ്രഹണം, തിരുവും കലാസംവിധാനം സാബു സിർലും നിർവഹിക്കുന്നു. സിനിമയുടെ 75% ഭാഗങ്ങളും റാമോജി ഫിലിം സിറ്റിയിലാണ് ചിത്രീകരിക്കുക. ഊട്ടി, രാമേശ്വരം എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ മറ്റു ലൊക്കേഷനുകൾ. ആന്റണി പെരുമ്പാവൂരും CJ റോയും സന്തോഷ് കുരുവിളയും ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. തന്റെയും മോഹൻലാലിന്റെയും സ്വപ്ന ചിത്രമാണ് കുഞ്ഞാലി എന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. അന്യഭാഷാ നടന്മാർ ഉൾപ്പെടെ വമ്പൻ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുക. 100 കോടിയോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ പോകുന്ന ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പത്മ പുരസ്കാരങ്ങൾ 2 തവണയും തേടിയെത്തിയത് പ്രിയദർശന്റെ സെറ്റിൽ വെച്ചാണ്. സർക്കാരിനും സ്നേഹിച്ചു വളർത്തിയ പ്രേക്ഷകർക്കും നന്ദി, മോഹൻലാൽ പറയുന്നു. ഭാരതരത്നം, പത്മവിഭൂഷൺ എന്നിവ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ. തങ്ങളുടെ കർമ്മപഥത്തിൽ മികവ് തെളിയിച്ച വ്യക്തികളോടുള്ള ആദരസൂചകമായാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിപ്പോരുന്നത്. പുരസ്കാര മുദ്രയും രാഷ്ട്രപതി ഒപ്പിട്ട ഒരു പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. റിപ്പബ്ലിക് ദിനത്തിലാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. ഈ വർഷം മോഹൻലാലിനെ കൂടാതെ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ, സിതാർ വാദകനായ ബുധാദിത്യ മുഖർജി തുടങ്ങി 14 പേർക്കാണ് പത്മഭൂഷൺ നൽകിയത്. മകൻ അഭിമാനകരമായി നേട്ടം കൈവരിക്കുമ്പോൾ അത് കാണാൻ മകനൊപ്പം അച്ഛൻ വിശ്വനാഥൻ നായരില്ല. അച്ഛന്റെ അഭാവത്തിലും അസുഖബാധിതയായി ഓർമ്മകൾക്കും മറവികൾക്കും ഇടയിൽ ജീവിക്കുന്ന അമ്മ ശാന്തകുമാരിക്കും കുടുംബത്തിനുമൊക്കെ അഭിമാനമാവുകയാണ് മോഹൻലാലിന്റെ നേട്ടം. മകൻ പ്രണവ് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രം 21ാം നൂറ്റാണ്ടിന്റെ റിലീസിംഗ് ദിവസം തന്നെയാണ് മോഹൻലാലിനെ തേടി ഈ അവാർഡ് എത്തിയതെന്നതാണ് മറ്റൊരു യാദൃശ്ചികത. അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. വിശ്വശാന്തിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതും വാർത്തയായിരുന്നു. 2007-ലാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മരിക്കുന്നത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.